പൂർത്തിയാവുകയാണ്. ഒരു വലിയ സമര ചരിത്രമുള്ള ഒരു സംഘടനയാണ് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അനവധി സമര മുഹൂർത്തങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടന തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ. ഒരുപാട് നേതാക്കൾ അവരുടെ ചോരയും നീരും കൊടുത്ത് വളർത്തി വലുതാക്കിയ പ്രസ്ഥാനമാണ്. ജീവനക്കാരുടെ അവകാശ സമര പോരാട്ടങ്ങളിൽ എന്നും മുന്നിൽ നിന്ന് പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അംഗമായിട്ടുള്ള ഒരു സംഘടനയായി മാറാൻ എംപ്ലോയീസ് യൂണിയന് കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകർ നൽകിക്കൊണ്ടിരിക്കുന്ന ഊർജം തീർത്തും വലുത് തന്നെയാണ്. അതിൻ്റെ 60-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ അനവധി പ്രോഗ്രാമുകൾ നടത്തിയാണ് അതിൻ്റെ സമ്മേളന ഘട്ടം പൂർത്തിയാകുന്നത്. കഴിഞ്ഞ 21-ാം തീയതി കാര്യവട്ടത്ത് വച്ച് വനിതാ സമ്മേളനം നടന്നു. ശ്രീമതി ശൈലജ ടീച്ചർ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. പുഷ്പവതി ഉൾപ്പെടെയുള്ള പ്രശസ്ത ഗായികയായ പുഷ്പവതി ഉൾപ്പെടെയുള്ളവർ അതിൽ സംസാരിക്കുകയും ചെയ്തു. കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്പോർട്സ്, ആർട്സ്, സാഹിത്യ മത്സരങ്ങൾ എന്നിവ നടത്തിക്കൊണ്ടാണ് ഈ സമ്മേളനത്തിലേക്ക് സംഘടന കടന്നത്. ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ പ്രഭാഷണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ചരിത്രത്തിലെ തടവിലാക്കുന്ന ഫാസിസം, ഭരണഘടനയും വിദ്യാഭ്യാസത്തിൻ്റെ അതിജീവനവും എന്ന വിഷയവുമാണ്. തീർത്തും കാലിക പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ സെമിനാറിൻ്റെ പ്രത്യേകത. ഫാസിസം നമ്മളെയാകെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തും കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയ പുരോഗമനപരമായ കാര്യങ്ങളെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ തന്നെ ഏകദേശം കാവ്യവൽക്കരണത്തിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസവും മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. MG സർവകലാശാലയിൽ ഉൾപ്പെടെ ഒരു ശാഖയെ മൊത്തം സെനറ്റിലേക്ക് അയക്കുകയും ശാഖാപ്രമുഖനെ വൈസ് ചാൻസലറായിക്ക് നിൽക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത്. കേരള സർവകലാശാലയിലും നമ്മൾ കാണുന്നതാണ്. സംഘപരിവാറും കോൺഗ്രസ് യൂണിയനുമൊക്കെ പരസ്പരം ഡീൽ ചെയ്തുകൊണ്ട് സീറ്റുകൾ കൈമാറുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. എങ്കിലും ജനാധിപത്യ വിശ്വാസികൾക്ക് ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു സമയത്തൂടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. 2 ദിവസം മുമ്പ് ഡൽഹിയിൽ നടത്തിയ സമരത്തിന്റെ വിജയം, ഒരുപക്ഷെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഭരണഘടനയെ കുഴിച്ചു മൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ സമരത്തിന്റെ വിജയം തീർച്ചയായും ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വിജയം തന്നെയാണ്. ആ ഘട്ടത്തിലാണ് നമ്മുടെ ഈ സെമിനാറിന്റെ വിഷയത്തിനും പ്രസക്തിയേറുന്നത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിന്റെ പ്രഭാഷണം നടത്തുന്നതിനായി നമുക്കെല്ലാം സുപരിചിതനായ ഡോക്ടർ സുനിൽ പി ഇളയിടം സാറിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വിജയികൾക്കുള്ള സമ്മാനദാനമാണ്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി വിജയികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സുനിൽ പി ഇളയിടം സാറിനെയും ക്ഷണിക്കുകയാണ്. ഈ ലിസ്റ്റ്, സമ്മാനാർത്ഥികളുടെ ലിസ്റ്റ് വായിക്കുന്നതിനായി യൂണിയൻ്റെ ജോയിന്റ് സെക്രട്ടറിയും ഇതിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള എലീശ്വ ദേവസിയെ ക്ഷണിക്കുന്നു. യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2026 ജൂൺ മാസം 6-ാം തീയതി സെനറ്റ് ചേംബറിൽ വെച്ച് അഖില കേരള സിവിൽ സർവീസ് സാഹിത്യ മത്സരങ്ങൾ നടത്തുകയുണ്ടായി. കഥാരചന, കവിതാരചന, ഉപന്യാസ രചന എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടത്തിയത്. പ്രസ്തുത മത്സരങ്ങളുടെ വിജയിക്കുള്ള സമ്മാനദാനമാണ് ഇനി നടക്കാൻ പോകുന്നത്. 1-ാം സമ്മാനം 5000 രൂപയും മൊമന്റോയുമാണ്. 3 വിഭാഗങ്ങളിലെയും 1-ാം സമ്മാനമായ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീമതി ബിന്ദു BS, റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള; ഡോക്ടർ ജയശ്രീ S, റിട്ടയർഡ് ഡെപ്യൂട്ടി ലൈബ്രറിയൻ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള; ശ്രീമതി ഖദീജ M ആൻഡ് ശ്രീമതി PB സുമ, അസിസ്റ്റന്റ് ലൈബ്രറിയൻ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള. കഥാരചന 1-ാം സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് ഡോക്ടർ സുഭാഷ് M, മെഡിക്കൽ ഓഫീസർ, ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ, നെയ്യാറ്റിൻകര.
രണ്ടാം സമ്മാനം ബൈജു CP ഓവർസിയർ LSGD പെരിന്തൽമണ്ണ. മൂന്നാം സമ്മാനത്തിന് അർഹരായവർ 2 പേരാണ്. സ്വപ്ന KC അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, രാമകൃഷ്ണൻ BP സെക്ഷൻ ഓഫീസർ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. പ്രോത്സാഹന സമ്മാനം സംഗീത S ഓവർസിയർ PWD ബ്രിഡ്ജസ്, ലേഖ ബാലകൃഷ്ണൻ അക്കൗണ്ടന്റ് ഏരൂർ ഗ്രാമപഞ്ചായത്ത്, ജയന്തി V സെക്ഷൻ ഓഫീസർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അടുത്തത് കവിതാ രചനാ മത്സരം. ഒന്നാം സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് ഡോക്ടർ സുഭാഷ് M, മെഡിക്കൽ ഓഫീസർ, ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ, നെയ്യാറ്റിൻകര. രണ്ടാം സമ്മാനത്തിന് അർഹയായിരിക്കുന്ന ഡോക്ടർ രമ്യ രാജ് R, അസിസ്റ്റന്റ് പ്രൊഫസർ, ഫാത്തിമ മാതാ കോളേജ്, കൊല്ലം. മൂന്നാം സമ്മാനം അനുപമ T അശോക്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. H, സീനിയർ നഴ്സിംഗ് ഓഫീസർ SAT ഹോസ്പിറ്റൽ. പത്മ ബാബു, സെക്ഷൻ ഓഫീസർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. രഞ്ജിനി V തമ്പി, സ്റ്റാഫ് നഴ്സ്, ഹെൽത്ത് സെന്റർ MG യൂണിവേഴ്സിറ്റി. ഉപന്യാസ രചനാ മത്സരം. ഒന്നാം സമ്മാനം രാമകൃഷ്ണൻ VP സെക്ഷൻ ഓഫീസർ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. രണ്ടാം സമ്മാനം ആതിര രാജൻ, അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. മൂന്നാം സമ്മാനം റിബു ജേക്കബ് മാത്യു, സെക്ഷൻ ഓഫീസർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. പ്രോത്സാഹന സമ്മാനം രാധാകൃഷ്ണൻ TM, അസിസ്റ്റന്റ് MG യൂണിവേഴ്സിറ്റി, ഇറിജു I, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, രോഹിണി SS, അസിസ്റ്റന്റ് MG യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഇതിൽ രാധാകൃഷ്ണൻ TM, രോഹിണി SS എന്നിവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായത് കാരണം രഞ്ജിനി V തമ്പി MG യൂണിവേഴ്സിറ്റിയെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ രഞ്ജിനി V തമ്പിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി സ്പോൺസേഴ്സ്. രണ്ടാം സമ്മാനം ആയ 3000 രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീമതി റീന ജോസ്, റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ശ്രീ താജ് SP, റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ശ്രീ ഗോപിക്കുട്ടൻ നായർ, റിട്ടയർഡ് ഡെപ്യൂട്ടി ലൈബ്രറിയൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. മൂന്നാം സമ്മാനമായ 2000 രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീമതി അംബിക ദേവി, റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള,
ശ്രീമതി ആശാറാണി SR, റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ശ്രീ അബ്ദുൾ മജീദ്, റിട്ടയർഡ് ഡെപ്യൂട്ടി ലൈബ്രറിയൻ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ഡോക്ടർ മെഹബൂബുള്ള K, അസിസ്റ്റന്റ് ലൈബ്രറിയൻ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ചെയ്ത് സംസാരിക്കുന്നതിനായി FSCT സംസ്ഥാന ട്രഷറർ സഖാവ് M. ഷാജഹാൻ